ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആചാര്യനെയും മറ്റ് എല്ലാ സജ്ജനങ്ങളെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെ എനിക്ക് പറയാനായിട്ട് തന്നിട്ടുള്ളത് അഷ്ടമസ്കന്ധത്തിലെ 18ാമത്തെ അധ്യായമാണ്. വാമന പ്രാദുർഭാവവും വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിലേക്ക് ചെല്ലുന്നതുമായിട്ടുള്ള കഥകളാണ് ഈ അധ്യായത്തിൽ പറയണത്. എനിക്ക് എന്താണോ ഭഗവാൻ തോന്നിക്കണത് അതിനനുസരിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ ശ്രീ ഗുരുഭ്യോ നമഃ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദസാഗരം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ. അപ്പോ നമ്മൾ 17ാമത്തെ അധ്യായത്തില് കണ്ടത് അതിഥിയുടെ ഗർഭത്തില് വസിക്കുന്നത് നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആണ് എന്ന് അറിഞ്ഞ സമയത്ത് ബ്രഹ്മദേവനും ബാക്കി ദേവന്മാർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അങ്ങനെ ആ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് 17ാമത്തെ അധ്യായം പറഞ്ഞു നിർത്തിയത്. ഇനി ഈ അധ്യായത്തില് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നതും ആ ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിലേക്ക് ചെല്ലുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് നോക്കേണ്ടത്. അപ്പോ ആദ്യം തന്നെ പറയണു എങ്ങനെയാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പറയണു. ഇത്തം വിരിഞ്ചസ്തുത കർമ്മ വീര്യ പ്രാദുർബഭൂവാമൃതഭൂരദിത്യാം ചതുർഭുജ ശംഖഗദാബ്ജ ചക്രപ്പിശങ്കവാസ നളിനായ ദേക്ഷണാം. ബ്രഹ്മാവിന്റെ സ്തുതിയൊക്കെ കേട്ട് വളരെയധികം സന്തോഷവാനായിട്ട് ജനന മരണാതിരഹിതനായിട്ടുള്ള ആ ഭഗവാൻ ശംഖ ചക്രം ഗദ താമര എന്നീ 4 ആയുധങ്ങളും 4 തൃക്കൈകളെ അലങ്കരിച്ചും കൊണ്ട് താമരദളം പോലെയുള്ളതായ ആ നേത്രങ്ങളോട് കൂടിയിട്ട് പീതാംബരധാരിയായി കൊണ്ട് ആ അതിഥിയില് അവതരിച്ചു. ഇടത് കൈയില് ശംഖ്, താഴത്ത് ചക്രം, ഇടത് കൈയില് മുകളില് ശംഖ്, താഴത്ത് ഗദ, വലത് കൈയില് ചക്രം, താഴെ താമരപ്പൂവ്, ഇങ്ങനെ 4 തൃക്കൈകളില് 4 ആയുധങ്ങളോട് കൂടിയിട്ട് ആ ഭഗവാൻ അവിടെ അവതരിച്ചു. ആ പരമമായിട്ടുള്ള രൂപത്തെ ധ്യാനിക്കണം എന്ന് പറയാണ് ഇവിടെ. ആ ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള രൂപത്തെയാണ് നമ്മള് ധ്യാനിക്കേണ്ടത്. ശ്യാമാവതാദോക്ഷരാജകുണ്ടലത്വിഷോല്ലസ ശ്രീവദനാംബുജപ്പുമാൻ ശ്രീവത്സവക്ഷാവലയാംഗതോല്ലസത് കിരീടകാഞ്ചീ ഗുണചാരുനൂപുരാ. നിർമ്മലമായിട്ടുള്ള ശ്യാമള വർണ്ണത്തോടും മകരകുണ്ടലങ്ങളാൽ ശോഭിക്കുന്നതായ മുഖാരവിന്ദത്തോടും മാറിടത്തില് ശ്രീവത്സം എന്ന മറുക്, കൈകളില് വളകൾ, തോൾവളകള്, ശിരസ്സിൽ അതിമനോഹരമായിട്ട് തിളങ്ങുന്നതായിട്ടുള്ള ആ കിരീടം, അരയിൽ അരഞ്ഞാണ്, കാലുകളില് ചിലമ്പുകള് എന്നീ ആഭരണങ്ങള്, അതാത് അവയവങ്ങളില്
വളരെ ഭംഗിയായിട്ട് തന്നെ ശോഭിച്ചു. ഈ ആഭരണങ്ങളോട് കൂടിയാണ് ഭഗവാൻ അവിടെ അവതരിച്ചത് എന്ന് പറയുന്നു. മധുവ്രതവ്രാത വിഘുഷ്ടയാ സ്വയാ വിരാജിത ശ്രീവനമാലയാ ഹരി പ്രജാപതേർവേശ്മതമസ്വരോജിഷാ വിനാശയൻ കണ്ഠനിവിഷ്ടകൗസ്തുഭാം. വനമാല, കൗസ്തുഭരത്നം എന്നിവ ധരിച്ച് സ്വന്തം ശരീരകാന്തിയാൽ ആ കശ്യപ പ്രജാപതിയുടെ ആശ്രമ അന്തരീക്ഷത്തിലെ അന്ധകാരമെല്ലാം നശിപ്പിച്ചും കൊണ്ടാണ് ഭഗവാൻ അവിടെ അവതരിച്ചത്. ഈ ദിവ്യമംഗള സ്വരൂപധ്യാനം കൊണ്ട് അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതായിത്തീരും എന്നുകൂടി ഇവിടെ പറയുന്നു. അങ്ങനെയുള്ള ആ മനോഹര രൂപത്തെ ധ്യാനിക്കാൻ നമ്മൾ പരിശീലിക്കണം എന്നുകൂടി പറയുന്നു. പിന്നെ ദിശപ്രസേതു, ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അന്തരീക്ഷം എന്ന് പറയാണ്. ദിശപ്രസേതു സ്ഥലിലാശയാസ്തദാ പ്രജാപ്രഹൃഷ്ടാ ഹൃദവോ ഗുണാൻവിത ദ്യൗരന്തരീക്ഷം ക്ഷിതിരഗ്നിജിഹ്വാ ഗാവോ ദ്വിജാ സഞ്ജഹൃഷുർനഗാശ്ച. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു കാണപ്പെട്ടു. ജനങ്ങൾക്കൊക്കെ വളരെയധികം സന്തുഷ്ടരായിട്ട് കാണപ്പെട്ടു. എല്ലാവരും സന്തോഷവാന്മാരായിട്ട് കാണപ്പെട്ടു. അന്തരീക്ഷ ലോകം, ഭൂലോകമെല്ലാം സമ്പൽ സമൃദ്ധമായി തീർന്നു. ബ്രാഹ്മണര്, പശുക്കള്, പർവ്വതങ്ങള്, അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സകല സാധനങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടും സന്തോഷത്തോടു കൂടിയും കാണപ്പെട്ടു ആ ഭഗവാന്റെ അവതാര സമയത്ത്. അങ്ങനെ ആ സർവേശ്വരന്റെ പ്രസാദം സകല ഹൃദയങ്ങളിലും സ്ഫുരിച്ചു. സകല ഹൃദയങ്ങളിലും ഭഗവത് പ്രസാദമുണ്ടായി എന്ന് പറയാണ്. ഇനി പറയണു എന്നാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പറയാണ്. ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാദ്യാശ്ചക്രുസ്തജന്മദക്ഷിണം. ചിങ്ങമാസത്തില് ശ്രവണദ്വാദശ്യാം ശുക്ലപക്ഷ ദ്വാദശി ദിവസം തിരുവോണ നക്ഷത്രം അഭിജിത് മുഹൂർത്തത്തില് പ്രഥമ പാദത്തില്, തിരുവോണ നക്ഷത്രം പ്രഥമ പാദത്തില് അഭിജിത് എന്നുള്ള ശുഭമുഹൂർത്തത്തില് ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് നക്ഷത്രങ്ങളും സൂര്യാദി ഗ്രഹങ്ങളെല്ലാം തന്നെ മംഗളസ്ഥാനങ്ങളില് വന്നു നിന്നു എന്ന് പറയാണ്. ഇനി ആ സമയത്ത് ഒരു ഏകാദശി വരണതൊക്കെ ചിങ്ങമാസത്തില് തിരുവോണ നക്ഷത്രത്തിന്റെ മുൻപായിട്ട് ഒരു ഏകാദശി വരണത് നമുക്കറിയാം. ആ ഏകാദശി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ദ്വാദശി ദിവസം വിജയ ദ്വാദശി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു എന്ന് പറയാണ്. ദ്വാദശ്യാം സവിതാതിഷ്ഠൻ മധ്യം ദിനഗതോ നൃപ വിജയാ നാമസാ പ്രോക്ത യസ്യാം ജന്മവിദുർഹരേ. ഭഗവാൻ അവതരിച്ച ആ ദ്വാദശിക്ക് വിജയാദ്വാദശി എന്ന് പ്രത്യേകം പറയാറുണ്ട്. അന്നേ ദിവസം സൂര്യൻ മധ്യാഹ്നഗതനാകുന്ന സമയത്ത് അഭിജിത് മുഹൂർത്തം, ആ ദിവസത്തിലും മുഹൂർത്തത്തിലുമാണ് ഭഗവാന്റെ ജനനം ഉണ്ടായത് എന്ന് ഭഗവാൻ അവതരിച്ചത് എന്ന് പറയുന്നു. ഇനി അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? ശംഖദുന്ദുഭയോനേതുർമൃദംഗപണവാനക ചിത്രവാദിത്രതുര്യാണാം നിർഘോഷസ്തുമുലോ ഭവേത്. ശംഖദുന്ദുഭി, മൃദംഗം, പണവം, അങ്ങനെയുള്ള മംഗളവാദ്യങ്ങളൊക്കെ ആ സമയത്ത് മുഴങ്ങി. പ്രീതാശ്ചാപ്സരസോ നൃത്യൻ ഗന്ധർവ പ്രവരാജഗു തുഷ്ടൂർമുനയോ ദേവാ മാനവ പിതരോഗ്നയാം. അപ്സരസ്സുകളൊക്കെ നൃത്തം ചെയ്തു. ഗന്ധർവന്മാരൊക്കെ പാട്ടുപാടി. മുനികള്, ദേവന്മാര്, മനുക്കള്, പിതൃക്കള്, അങ്ങനെ എല്ലാവരും ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ സിദ്ധ വിദ്യാധരഗണ സഖിം പുരുഷ കിന്നര ചാരണായക്ഷരക്ഷാംസി സുവർണാഭുജഗോത്തമ ഗായന്തോതി പ്രശംസന്തോ നൃത്യന്തോ വിബുധാനുക ആദിത്യ ആശ്രമവദം കുസുമൈ സമവാകിരൻ. സിദ്ധന്മാര്, വിദ്യാധരന്മാര്, കിംപുരുഷന്മാര്, കിന്നരന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, രക്ഷസുകള്, ഗരുഡൻ മുതലായിട്ടുള്ള പക്ഷികള്, അങ്ങനെ എല്ലാവരും ആടിയും പാടിയും കളിച്ചുല്ലസിച്ചു. അതിഥിയുടെ ആ ആശ്രമ അന്തരീക്ഷത്തെ മുഴുവനും
പുഷ്പവർഷം ചെയ്ത് അവര് അലങ്കരിച്ചു ആ ഭഗവാന്റെ അവതാരത്തിൽ സന്തോഷിച്ചിട്ട് എന്ന് പറയാണ്. പിന്നീട് പറയണു, ദൃഷ്ട്വാദിതിസ്തം നിജഗർഭസംഭവം പരം പുമാംസം മുദമാപവിസ്മിത ഗൃഹീതദേഹം നിജയോഗമായയാ പ്രജാപതിശ്ചാഹ ജയേതി വിസ്മിത. ഭഗവാൻ ശരീരം സ്വീകരിച്ചുകൊണ്ട് തന്റെ ഗർഭത്തിൽ അവതരിച്ച അതിഥിയും കശ്യപനും തന്റെ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചല്ലോ എന്നുള്ള സന്തോഷത്തില് അതിഥിയും കശ്യപനും നല്ലോണം സന്തോഷായി അവര് സന്തോഷത്തോടു കൂടിയിരുന്നു. പിന്നെ എത്തദ്വബുർഭാതി വിഭൂഷണായുധൈരവ്യക്തചിദ്വ്യക്തമധാരയദ്ധരി ബഭൂവതേനൈവ സവാമനോ വടു സംപശ്യതോർ ദിവ്യഗതിര്യഥാ നടാം. ഈ സമയത്ത് അവിടെ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചു എന്ന് പറയാണ്. എന്താണ് ആ അത്ഭുതം എന്നാണെങ്കില്, ശംഖചക്ര ഗദാധാരിയായിട്ട് അവതരിച്ചതായിട്ടുള്ള ആ ഭഗവാൻ കശ്യപനും അതിഥിയും കണ്ടു നിൽക്കെ തന്നെ അവിടെയുള്ള മറ്റുള്ള എല്ലാവരും ഋഷീശ്വരന്മാര് അങ്ങനെ ധാരാളം ആളുകൾ അവിടെയുണ്ട്. അവരെല്ലാവരും കണ്ടു നിൽക്കെ തന്നെ ഒരു ഹ്രസ്വ ശരീരമുള്ള ഒരു ബ്രാഹ്മണ കുമാരനായിട്ട് ഭവിച്ചു. ആ ശംഖ ചക്ര ഗദാധാരിയായിട്ടുള്ള ഭഗവാൻ അല്ലാതെ ആ ഭഗവാൻ ഒരു ബ്രാഹ്മണ കുമാരനായിട്ട് വളരെ പൊക്കം കുറഞ്ഞ ഹ്രസ്വ ശരീരമുള്ള ഒരു ബ്രാഹ്മണ കുമാരനായിട്ട് ഭവിച്ചു. തം വടും വാമനം ദൃഷ്ട്വാ മോദമാനാമഹർഷയാ കർമാണി കാരയാമാസു പുരസ്കൃത്യ പ്രജാപതിം. ഉയരം നന്നേ കുറഞ്ഞിട്ടുള്ള ഈ ബ്രാഹ്മണ കുമാരനെ കണ്ടിട്ട് മുനിമാരെല്ലാവരും കൂടിയിട്ട് കശ്യപ പ്രജാപതിയെ കൊണ്ട് ആ കുമാരന് വേണ്ടുന്നതായ ഷോഡശ സംസ്കാര ക്രിയകളൊക്കെ ചെയ്യിപ്പിച്ചു. ഒരു പുത്രൻ ഉണ്ടായാൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണോ, എന്തെല്ലാം സംസ്കാരത്തിലൂടെയാണ് കടന്നു പോയേണ്ടത്, അങ്ങനെയുള്ള എല്ലാ സംസ്കാര ക്രിയകളും ഋഷിമാരെല്ലാവരും കൂടിയിട്ട് ഈ കശ്യപ പ്രജാപതിയെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ പറയണു, തസ്യോപനീയമാനസ്യ സാവിത്രീം സവിതാ ബ്രവീത് ബൃഹസ്പതിർ ബ്രഹ്മസൂത്രം മേഖലാം കശ്യപോ ദദാത്. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു കുമാരന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഉപനയനം എന്ന് പറയണത്. ഉപനയനം എന്ന് പറഞ്ഞാല് പൂണൂലിടുക എന്ന് ലളിതമായിട്ട് പറയും. അതിന് ധാരാളം ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോ ആ ഉപനയന കർമ്മവും ഇവരെല്ലാവരും കൂടിയിട്ട് കശ്യപ പ്രജാപതിയെ കൊണ്ട് ചെയ്യിച്ചു. ആ ഭഗവാനെ ഉപനയനം കഴിപ്പിച്ചു. അങ്ങനെ ഉപനയനം കഴിപ്പിച്ച സമയത്ത് ഈ ഉപനയനത്തിന്റെ സമയത്താണ് ഒരു ബ്രാഹ്മണ കുമാരന് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുക. ഗായത്രി മന്ത്രം അങ്ങനെ ഇങ്ങനെയൊന്നും ചൊല്ലാൻ പാടില്ല. അതിലെന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ അതിന്റെ ഫലം വിപരീതമായിട്ട് തീരും. അപ്പോ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് ഒരു ഗുരുവിന്റെ ഉപദേശമില്ലാതെ ഒരിക്കലും ഗായത്രി മന്ത്രം ചെല്ലാനായിട്ട് പാടില്ല. ഇവിടെ ഭഗവാന്റെ ഈ ഉപനയന കർമ്മ സമയത്ത് സൂര്യഭഗവാൻ വന്നിട്ട് ആ ഗായത്രി മന്ത്രത്തെ ഭഗവാന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയാണ്. പിന്നീട് ദേവന്മാരുടെ ആചാര്യനായ ബൃഹസ്പതി പൂണനൂല് കൊടുത്തു. പിന്നെ കശ്യപൻ മേഖല ധരിപ്പിച്ചു. അങ്ങനെ ഇതൊക്കെ ഉപനയനത്തിന് വേണ്ടുന്ന ഓരോ സാധനങ്ങളാണ്. പൂണുനൂല്, മേഖല, ദണ്ട്, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഈ ഉപനയനത്തിന്റെ സമയത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ്. അങ്ങനെ ആ സൂര്യഭഗവാൻ ഗായത്രി മന്ത്രത്തെ ഉപദേശിച്ചു. പൂണുനൂല് ബൃഹസ്പതി നൽകി, കശ്യപൻ മേഖല നൽകി. പിന്നെ ദദോ കൃഷ്ണാഞ്ജിനം ഭൂമിർദണ്ഡം സോമോ വനസ്പതി കൗവീനാച്ഛാദനം മാതാദ്യൗ ഛത്രം ജഗദപ്പദേ. ലോകനാഥനായിട്ടുള്ള ഭഗവാൻ വാമനമൂർത്തിക്ക് കൃഷ്ണാഞ്ജനം കൊടുത്തത് ഭൂമി ദേവിയും, ദണ്ഡ് കൊടുത്തത് ചന്ദ്രനും, കൗബീനം അതിനെ മുറിച്ചെടുക്കാനുള്ള വസ്ത്രം ഇതൊക്കെ കൊടുത്തത് അമ്മയായിട്ടുള്ള അതിഥി ദേവിയും, ഛത്രം കൊടുത്തത് അന്തരീക്ഷാഭിമാനിയായിട്ടുള്ള ദേവദാദ്യവും. അങ്ങനെ എല്ലാവരും ഓരോരോ സാധനങ്ങള് ദാനം ചെയ്തു. പിന്നീട് കമണ്ഡലും വേദഗർഭ കുശാൻ സപ്തർഷയോദതു അക്ഷമാലാം മഹാരാജ സരസ്വത്യവ്യയാത്മന. കമണ്ഡലു കൊടുത്തത്
ബ്രഹ്മാവ് തന്നെ കമണ്ടല് കൊടുത്തു. കമണ്ടലു എന്ന് പറഞ്ഞാല് ജലപാത്രം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ജലപാത്രം നൽകിയത് ബ്രഹ്മദേവൻ, പിന്നെ ദർഭ നൽകിയത് സപ്തർഷിമാര്, പിന്നെ അക്ഷമാല ജപമാല കൊടുത്തത് സരസ്വതീ ദേവി. പിന്നെ തസ്മാ ഇത്യുപനീതായ യക്ഷരാട് പാത്രികാമദാത് ഭിക്ഷാം ഭഗവതി സാക്ഷാത് ഉമാദാദംബികാ സതീ. ഇങ്ങനെ ജനനം വിധിപ്രകാരം തന്നെ ഉപനയനമൊക്കെ കഴിഞ്ഞു. ആ ദ്വിജ സംസ്കാരം പൂർത്തിയായിട്ട് ഉപനയനം പൂർത്തിയായ ഉടനെ തന്നെ ഭിക്ഷാപാത്രത്തെ കുബേരൻ നൽകി. ഉപനയനം കഴിഞ്ഞാൽ ഭിക്ഷ ഇടാന്നൊരു ചടങ്ങുണ്ട്. അതിനുള്ള ഭിക്ഷാപാത്രത്തെ നൽകിയത് കുബേരൻ തന്നെയാണ്. പിന്നീട് ആ ഭിക്ഷാപാത്രത്തില് ആദ്യമായിട്ട് ഭിക്ഷ നൽകുന്നത്, അതിനുള്ള അധികാരം അമ്മയ്ക്കാണ് എപ്പോഴും. അപ്പോ ആ ഉമാദേവിയായിട്ടുള്ള ഭഗവതി തന്നെ ഭഗവാന് ആദ്യത്തെ ഭിക്ഷ നൽകി. കുബേരൻ നൽകിയ ഭിക്ഷാപാത്രത്തില് ആദ്യമായിട്ട് ഭിക്ഷ നൽകിയത് ഭഗവതിയായിട്ടുള്ള ഉമാദേവിയാണ്. പിന്നെ സബ്രഹ്മവർച്ചസേനൈവം സഭാം സംഭാവിതോ വടോ ബ്രഹ്മർഷി ഗണസഞ്ചുഷ്ടാമത്യരോചതമാരിഷ. ഇങ്ങനെ ആ ബ്രഹ്മർഷിമാരൊക്കെ നിറഞ്ഞതായിട്ടുള്ള ആ സമൂഹത്തില് ഭഗവാൻ അങ്ങനെ അത്യുജ്വലനായിട്ട് ശോഭിച്ചു എന്ന് പറയാണ്. അത്രയും തേജസ്സോട് കൂടിയിട്ട് അവിടെ ശോഭിച്ചു ആ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. സമിദ്ധ മാഹിതം വന്യം കൃത്വാ പരിസമോഹനം പരിസ്ഥീര്യ സമഭ്യർച്ച്യ സമിദ്ഭിരജുഹോദ്വിജാം. ഇങ്ങനെ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചമതയിടുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. ബ്രാഹ്മണരുടെ ഇടയിലൊക്കെ ഉള്ളതാണ്. ഉപനയനം കഴിഞ്ഞാല് ചമതയിടണം. അങ്ങനെ ആ ബ്രാഹ്മണര് ജ്വലിപ്പിച്ചതായ ആ ഹോമകുണ്ടത്തിലേക്ക് വാമനമൂർത്തിയായ ബ്രഹ്മചാരിയായിട്ടുള്ള ഭഗവാൻ ഹോമദ്രവ്യങ്ങളും ചമത മുതലായിട്ടുള്ള ദ്രവ്യങ്ങളും ഒക്കെ അഗ്നിയില് സമർപ്പിച്ചു. ശ്രുത്വാശ്വമേധൈര്യജമാനമൂർജിതം ബലിം ഭൃഗൂണാമുപകൽപ്പിതൈസ്തദാ ജഗാമ തത്രാഖില സാരസംഭൃതോ ഭാരേണ ഗാം സന്നമയൻ പദേ പദേ. ഇതിനുശേഷം ബ്രഹ്മചാരിയായിട്ടുള്ള വാമനമൂർത്തി മഹാബലി നടത്തുന്നതായിട്ടുള്ള ആ അശ്വമേധയാഗത്തില് ധനധാന്യ സമൃദ്ധിയോടുകൂടിയിട്ട് ധനാഢ്യനായിട്ടുള്ള മഹാബലി നടത്തുന്ന ആ അശ്വമേധയാഗം നടത്തുന്ന ആ യാഗശാലയിലേക്ക് പോയി. എവിടെയാണ് ആ യാഗശാല എന്നാണെങ്കില് തം നർമ്മദായ സ്തട ഉത്തരേ ബലേറിയ ഹൃദ്വിജസ്തേ ഭൃഗു കച്ഛ സംജ്ഞകേ പ്രവർത്തയന്തോ ഭൃഗവക്രതുത്തമം വ്യചക്ഷതാരാതുദിതം യഥാരവിം. നർമ്മദാ നദിയുടെ തീരത്ത് ഭൃഗുകച്ഛകം എന്നുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലാണ് ഈ അശ്വമേധയാഗം അനുഷ്ഠിക്കുന്നത് മഹാബലി. അവിടെ ശുക്രാചാര്യരാണ് ഈ മഹാബലിയെ കൊണ്ട് അശ്വമേധയാഗം ചെയ്യിപ്പിക്കണത്. ശുക്രാചാര്യര്, ഹൃത്വിക്കുകള്, ഇങ്ങനെയുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ അടുത്തു വരുന്ന വാമനമൂർത്തിയെ കണ്ട് ഉദിച്ചുയരുന്ന സൂര്യനാണോ എന്ന് സംശയിക്കപ്പെട്ടു. അത്രയും തേജസ്വിയായിട്ട് കാണപ്പെട്ടു ഈ വാമനമൂർത്തി. ഹൃത്വിജോ യജമാനസ്തദസ്യാഹദത്വിഷോ വാമന തേജസാ നൃപ സൂര്യക്കിലായാത്യുതപാ വിഭാവസു സനത്കുമാരോധ ദിദൃക്ഷയാക്രതോ. അവിടെ കൂടിയിട്ടുള്ള ആ യാഗശാലയിൽ കൂടിയിട്ടുള്ള എല്ലാവരും ഹൃത്വിക്കുകളായിട്ടും മഹാബലിയായിട്ടും സദസ്യരായിട്ടും ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും സംശയിച്ചു, ഇതാരാണ് ഈ വരണത്? സൂര്യഭഗവാൻ തന്നെ നേരിട്ട് വരുവാണോ അതോ സനൽകുമാരന്മാരാണോ വരണത്? ഇങ്ങനെ പല പല സംശയങ്ങളും അവിടെ കൂടിയവർക്ക് എല്ലാവർക്കും ഉണ്ടായി.
ഇത്തം സശിഷ്യേഷു ഭൃഗുഷ്വനേകഥാ വിതർക്യമാണോ ഭഗവാൻ സവാമന ഛത്രം സദണ്ഡം സജലങ്കമണ്ഡലും വിവേശ ബിഭ്രദ്ധയമേധവാടം. ഇങ്ങനെ വരുന്നതായിട്ടുള്ള ആ വാമനമൂർത്തിയെ സ്വീകരിക്കാനായിട്ടുള്ള ഋഷീശ്വരന്മാരെല്ലാവരും ശിഷ്യന്മാരോട് കൂടിയിട്ട് അഗ്നിയെ ജ്വലിപ്പിച്ചും കൊണ്ട് വിളക്കൊക്കെ പിടിച്ചും കൊണ്ട് ആ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സ്വീകരിക്കാനായിട്ട് വന്നു. അവിടെ അവരെല്ലാവരും കൂടി ആ വാമനമൂർത്തിയെ സ്വീകരിച്ചു എന്ന് പറയാണ്. മൗഞ്ച്യാമേഖലയാ വീതമുപവീതാജിനോത്തരം ജഡിലം വാമനം വിപ്രം മായാമാണവകം ഹരിം പ്രവിഷ്ടം വീക്ഷ്യ ഭൃഗവത്സ ശിഷ്യാസ്തേ സഹാഗ്നിഭി പ്രത്യഗൃഹ്ണൻ സമുദ്ധായ സംക്ഷിപ്താസ്തസ്യ തേജസാം. ഇങ്ങനെ ബ്രഹ്മചാരിയായിട്ടുള്ള വാമനമൂർത്തി യാഗശാലയിലേക്ക് പ്രവേശിച്ചപ്പോ ഭൃഗുക്കള് ശുക്രാചാര്യര് മുതലായിട്ടുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്ന് ശിഷ്യന്മാരോടും അഗ്നിയോടും കൂടിയിട്ട് ആ ഭഗവാനെ സ്വീകരിച്ചു. ദേവതകളൊക്കെ മൂർത്തിമതികളായിട്ട് എത്തിയിട്ട് ഭഗവാനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാണ്. പ്രവിഷ്ടം യജമാന പ്രമുദിതോ ദർശനീയം മനോരമം രൂപാനുരൂപാവയവം തസ്മാ ആസനമാഹരത്. ആ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കണ്ടിട്ട് ഏറ്റവും അധികം സന്തോഷവാനായി കാണപ്പെട്ടു മഹാബലി. അങ്ങനെ ആ മഹാബലി ഭഗവാന് ഇരിക്കാനുള്ള സിംഹാസനത്തെ നൽകി. സ്വാഗതേനാഭിനന്ദ്യാഥ പാദൗ ഭഗവതോപരി അവനിജ്യാർച്ചയാമാസ മുക്തസംഗമനോരമം. അതിനുശേഷം മഹാബലി ഭഗവാന്റെ കാൽ കഴിച്ച് സ്വാഗതമൊക്കെ പറഞ്ഞു. ഭഗവാന്റെ കാൽ കഴിച്ച് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് പൂജിക്കാനുള്ള ഒരു അവസരം മഹാബലിക്ക് കിട്ടി എന്ന് പറയാണ്. തത്പാദശൗചം ജനകൽമഷാവഹം സധർമ്മവീൻ മൂർധ്ന്യദധാത് സുമംഗളം യദ്ദേവദേവോ ഗിരിശശ്ചന്ദ്രമൗലിർദധാരമൂർധ്ന പരയാജ ഭക്ത്യാ. അതിനുശേഷം ഭക്തിപൂർവം ഭഗവാനെ കാൽ കഴുകിച്ചതായിട്ടുള്ള ആ തീർത്ഥത്തെ എടുത്ത് തൻ്റെ തലയിൽ ധരിച്ചു. ആ പാദതീർത്ഥം തലയിൽ തളിച്ചു. തലയിൽ ധരിച്ചു എന്ന് പറഞ്ഞാല് തലയിൽ തളിച്ചു, തന്നെ തൻ്റെ ശരീരത്തിലും തലയിലുമൊക്കെ തളിച്ചു എന്ന് പറയാണ്. അതങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം വേണ്ട വിധത്തിലൊക്കെ സൽക്കരിച്ചിരുത്തി കാൽ കഴുകിക്കരിച്ച് പൂജിക്കൊക്കെ ചെയ്തതിന് ശേഷം മഹാബലി ഭഗവാനോട് പറഞ്ഞു, സ്വാഗതന്തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ ബ്രഹ്മർഷീണാം തപസ്സാക്ഷാൻ മന്യേ ത്വാര്യവബുദ്ധരം. ഹേ ബ്രഹ്മൻ, അങ്ങയുടെ ആഗമനം ഏറ്റവും ശോഭനം തന്നെയാണ്. അങ്ങേക്കായിട്ട് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറഞ്ഞാലും ഋഷികളുടെ തപസ് തന്നെ സ്വരൂപം സ്വീകരിച്ചിട്ട് എത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കണു. അങ്ങയെ കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നണത്. അതുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നാലും. അദ്യനപ്പിതരസ്തൃപ്ത അദ്യനത്ഭാവിതങ്കുലം അദ്യസൃഷ്ടക്രതുരയം യദ്ഭവാനാഗതോ ഗൃഹാൻ. അങ്ങ് ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് ആഗമിച്ചത് കൊണ്ട്, ഞങ്ങളുടെ ഈ ഗ്രഹത്തിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ വംശം തന്നെ പരിശുദ്ധമായി തീർന്നു. ഇന്ന് ഈ യാഗശാലയും ശോഭനമായിട്ട് യജിക്കപ്പെട്ടു. അത്രയും മഹാത്മാവാണ് അങ്ങ് എന്ന് ഞാൻ മനസ്സിലാക്കണു എന്ന് ബലി ഭഗവാനോട് പറഞ്ഞു. അദ്യാഗ്നയോ മേ സുഹൃദായഥാവിധി ദ്വിജാത്മജത്വച്ചരണാവനേ ജനൈ ഹതാം ഹസോ വാർഭിരിയം ജഭൂരഹോ തഥാ പുനീതാ തനുഭിപ്പതൈസ്തവാ. അങ്ങയുടെ ആ പാദക്ഷാളനം കൊണ്ട്, പാദക്ഷാളനം എന്ന് പറഞ്ഞാല് കാൽ കഴുകിക്കല്, ആ പാദക്ഷാളനം ചെയ്ത തീർത്ഥം ധരിക്കാൻ ഇടവന്നതുകൊണ്ട് എന്റെ ഇരിക്കണു. എന്റെ അഗ്നികളെ ഇന്നാണ് വിധിപ്രകാരം ശോഭനമായിട്ട് ഹോമിക്കപ്പെട്ടത്. അങ്ങയുടെ
യുടെ കാലടികൾ പതിഞ്ഞതായ ഈ ഭൂമി പരിശുദ്ധമായി തീർന്നിരിക്കണു എന്നൊക്കെ മഹാബലി ഭഗവാനോട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അങ്ങക്ക് എന്താണ് വേണ്ടത്, അങ്ങ് എന്താ വാഞ്ചസി തത്പ്രതീക്ഷമേ ത്വാമർത്തിനം വിപ്രസുതാനുതർക്കയേ ഗാം കാഞ്ചനം ഗുണവദ്ധാമമൃഷ്ടം തഥാന്നവേയമുദ വാ വിപ്രകന്യാം ഗ്രാമാൻ സമൃദ്ധാം സ്തുരകാൻ ഗജാൻ വാ രഥാംസ്തഥാർഹത്തമസംപ്രതീക്ഷാം. ചോദിച്ചു മഹാബലി, എന്താണ് അങ്ങ് ആഗ്രഹിക്കണത്? ധനമാണോ, ധാന്യമാണോ, പശുവിനെയാണോ, ഗ്രഹത്തെയാണോ, കന്യകയെയാണോ, ഇതുമല്ലെങ്കിൽ ഗ്രാമത്തെയാണോ? പിന്നെ കുതിര, ആന, തേര് അങ്ങനെയുള്ള വാഹനങ്ങളുണ്ട്. അന്നത്തെ കാലത്തുള്ള വാഹനങ്ങളാണ് കുതിരവണ്ടി, ആനവണ്ടി എന്നൊക്കെ പറയണത്. അങ്ങനെയുള്ള വാഹനം എന്തെങ്കിലും അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് എന്നിൽ നിന്നും സ്വീകരിച്ചോളൂ എന്ന് മഹാബലി പറഞ്ഞപ്പോ ആ മഹാബലിയുടെ വാക്കില് തെല്ലൊരു അഹങ്കാരമുണ്ടോ എന്നൊരു സംശയം അതിനെ തീർക്കാൻ വേണ്ടി ആ മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ ഇവിടെ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പൊ ഓരോരോ സമയത്തും ഓരോരോ മൂർത്തിയെ സ്വീകരിച്ചും കൊണ്ടാണ്, ഓരോരോ രൂപത്തെ സ്വീകരിച്ചും കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതെന്തിനാ? മത്സ്യമായിട്ട് അവതരിച്ചു ആ സത്യവ്രത രാജാവിനെ അനുഗ്രഹിക്കാനായിട്ട്, വരാഹമായിട്ട് അവതരിച്ചു ആ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോരോ സമയത്തും ഓരോരോ അവതാരങ്ങളാണ് സ്വീകരിക്കുന്നത്, ഓരോരോ രൂപത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതിന് എന്താണ് കാരണം? നരസിംഹമായിട്ട് അവതരിച്ചു. അതിന് കാരണം എന്താണ്? ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുക എന്നുള്ളത്. കാരണം ഹിരണ്യകശിപു ധാരാളം വരങ്ങൾ ബ്രഹ്മാവിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, പിന്നെ മനുഷ്യര് കൊല്ലരുത്. അവസാനം കുറെ വരങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെ കൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ ഹിരണ്യകശിപു വിചാരിച്ചു, ഇനിയിപ്പോ എന്നെ കൊല്ലാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് അത്രയും അഹങ്കാരിയായി തീർന്നു. ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ നരസിംഹ രൂപത്തില് മൃഗം മാനുഷം, മനുഷ്യനുമല്ല മൃഗവുമല്ല എന്നുള്ള രൂപത്തില് ഭഗവാൻ അവിടെ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചത്. ഇവിടെ വാമനമൂർത്തിയായിട്ട് അവതരിച്ചു ഭഗവാൻ. എന്താ വാമനമൂർത്തിയായിട്ട് അവതരിക്കാൻ കാരണം എന്നാണെങ്കിൽ, ബ്രാഹ്മണകുമാരന്മാർക്ക് ദീക്ഷ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എന്തെങ്കിലും ഒന്ന് യാചിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഈ യാചനാഭാവത്തിലാണ് ഇപ്പൊ മഹാബലിയുടെ അടുത്ത് വന്നുള്ളത്. ബാക്കി ആരുടെ അടുത്തേക്ക് യാചനാരൂപത്തിൽ പോയിട്ടില്ല ഭഗവാൻ. ഇവിടെ യാചനാരൂപത്തിലാണ്. എന്താണ് യാചിച്ച? 3 അടി മണ്ണ് യാചിക്കാനായിട്ടാണ് മഹാബലിയെ അടുത്തേക്ക് വന്നത്. അങ്ങനെ മഹാബലിയുടെ ആ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി, മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പോ നമ്മൾ ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഭഗവാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ഓരോരുത്തരെ കണ്ടിട്ട് എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടല്ലോ. അതൊന്നുമല്ല. നമുക്ക് അർഹതപ്പെട്ടത് എന്താണോ അതെല്ലാം ഭഗവാൻ വേണ്ട സമയത്ത് വേണ്ടതുപോലെ നമുക്ക് തരും. അതിൽ യാതൊരു ലോഭവും ഭഗവാൻ സാധിക്കില്ല. കാരണം ഭക്തന്മാരെ അഹം ഭക്തപരായണ എന്നാണ് പറയണത്. അപ്പൊ ഭക്തന്മാരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് തന്നെ നമുക്ക് അർഹതപ്പെട്ട എന്താണോ അതെല്ലാം ഭഗവാൻ നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ തരും എന്നുള്ള ഒരു ആശയം കൂടി ഈ ഒരു കഥയിൽ കൂടി, ഈ കഥകളിൽ കൂടിയൊക്കെ, ഒന്നിലെന്നല്ല എല്ലാ കഥകളിലും, ഭഗവാന്റെ കഥകളിലൊക്കെ കാണിച്ചു തരണം നമുക്ക്. അതാണ്. അപ്പോ നമുക്ക് എന്താണോ ഉള്ളത്, ഭഗവാൻ എന്താണോ തരുന്നതിൽ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ആ ഭഗവാൻ പ്രസാദമായിട്ട് അതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഭഗവാന്റെ പ്രസാദം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ ഇത്രയാണ് പറയണത്. ഇനി അടുത്ത അധ്യായത്തിലാണ് 3 അടി മണ്ണ് യാചിക്കുന്നതും മഹാബലിയെ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള കഥകള്. ഈ അധ്യായത്തിൽ ഇത്രയാണ് പറയണുള്ളൂ. എൻ്റെ ഈ എത്രണ്ടും ശരിയായി പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ആചാര്യന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം. അത് എനിക്ക് ഇത്രയൊക്കെ നിശ്ചയമുള്ളൂ. എൻ്റെ ഈ വാക്കുകളെ ഞാൻ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.
നാരായണ നാരായണ നാരായണ. നാമ സങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രഭാതത്തിൽ ഒരു നല്ല പ്രഭാഷണം. അതെ, ഈ പ്രഭാഷണത്തിന് ചിലരുടെ വോയിസിനൊരു പ്രത്യേകത. അതിന് പറ്റിയ ഒരു വോയിസാണ് ശരിക്കും വിദ്യാർത്ഥിയുടെ വോയിസ്. അത്ര ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദത്തോടുകൂടി ചെറിയൊരു അധ്യായം ആണെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു സമുദ്ര നമ്മുടെ മുമ്പിൽ അല്ലെ കൊണ്ടുവന്നത്. ആ വാമനന്റെ അതുപോലെ തന്നെ അവതാര വിശേഷം പറഞ്ഞതും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തറയ്ക്കും. അതേപോലെയുള്ള ഭാഷ. വളരെയധികം സന്തോഷം. അമ്മയ്ക്ക് ഇനിയും ധാരാളം അവസരങ്ങൾ കിട്ടട്ടെ. പോരാ, ആരോഗ്യം. അല്ലെ, ഇടയ്ക്ക് വയ്യായിക വന്നൊക്കെ കുറച്ച് മാറി ഇപ്പൊ ഒന്ന് ഫ്രഷായി ശരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലെ. ഇനിയും അമ്മയുടെ പ്രഭാഷണങ്ങളും പാരായണം അതിഗംഭീരം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഭഗവാൻ വേണ്ട പോലെ ഇനിയും ധാരാളം അവസരങ്ങൾ കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു സമയത്ത് ഭാഗവത കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ആ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.